ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വിൻറ്റേജ് പാക്കേജിംഗ് ബോക്സ് ട്യൂട്ടോറിയൽ ആണ്. ഇതുപോലത്തെ ഒരു ബ്രൗൺ പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. ഇത് അത്യാവശ്യം നല്ല കട്ടിയുള്ള പേപ്പറാണ്. നമ്മൾ ഇതുപോലത്തെ ബോക്സ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല തിക്നെസ് ഉള്ള പേപ്പർ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഈ ഒരു ബ്രൗൺ പേപ്പർ സ്റ്റേഷനറി ഷോപ്പിലും അതുപോലെ ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാവുന്ന ഷോപ്പിലും അവൈലബിൾ ആണ് കേട്ടോ. A4 സൈസുള്ള ഈ ഒരു പേപ്പറിന് ആകെ 6 റുപ്പീസേ ആവണുള്ളൂ. ഈ പേപ്പറിന്റെ 4 ഭാഗത്തും 1 ഇഞ്ച് വിട്ടില് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര സൈസുള്ള ബോക്സ് ആണോ വേണ്ടത് അതിനനുസരിച്ച് വേണം നിങ്ങൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഭാഗത്ത് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക, എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ഒന്ന് ചെയ്യണം കേട്ടോ. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബോക്സിന്റെ സെന്റർ ഭാഗത്ത് 1 ഇഞ്ച് കനത്തിൽ ഒരു സ്പേസ് കിട്ടും. ഗിഫ്റ്റ് ഒക്കെ പാക്ക് ചെയ്ത് കൊടുക്കാനും അതുപോലെ എന്തെങ്കിലും ചെറിയ സ്മോൾ ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടത്. കാണുമ്പോൾ എങ്ങനെയെന്നുള്ള ഒരു കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കൂടി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിൾ ആണ് കേട്ടോ. ഒരു വട്ടമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് എളുപ്പത്തിൽ വേഗത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇനിയിപ്പോ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചോടത്തൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോ ഇതാ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗമൊക്കെ സ്കെയിൽ വെച്ചിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ബോക്സ് മേക്ക് ചെയ്യുന്ന സമയത്ത് ഈസി ആയിട്ട് നമുക്കത് ഫോൾഡ് ചെയ്യാനും ഒട്ടിച്ചെടുക്കാനും ഒക്കെ എളുപ്പമായിരിക്കും കേട്ടോ. ഇപ്പൊ തന്നെ നമ്മുടെ പേപ്പർ ബോക്സിന്റെ ഏകദേശം ഒരു രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പൊ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോർഷൻസിലൊക്കെ ഗം അപ്ലൈ ചെയ്ത് ഒന്ന് ഒട്ടിച്ചെടുത്താൽ മാത്രം മതിയാവും. അപ്പൊ നമ്മുടെ വിന്റേജ് പാക്കേജിംഗ് ബോക്സ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ആദ്യം ഞാനിവിടെ എൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു സാറ്റിൻ റിബൺ വെച്ചെടുത്ത് നോക്കി. അതെനിക്ക് ഈ ഒരു കോമ്പോനോട് അത്ര സ്യൂട്ടായിട്ട് തോന്നിയില്ല. അപ്പൊ ഞാനത് എടുത്ത് മാറ്റിട്ടോ. പൊതുവെ ഞാൻ ഇതിന് വെച്ചെടുക്കാറുള്ളത് നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ടില്ലേ, ആ ഒരു ബ്രൗൺ സാറ്റിൻ റിബൺ അതായിരുന്നു. പക്ഷേ അതിവിടെ എൻ്റെ അടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഒരു ജൂട്ട് ത്രെഡ് ഉണ്ടായിരുന്നു, അത് വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അതൊന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ കാണാൻ അത്യാവശ്യം നല്ല ലുക്കൊക്കെ ആയിട്ടുണ്ട്. ഇതിനോട് മാച്ച് ആയി പോകുന്നുണ്ട്. പിന്നെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇത് വിന്റേജ് പാക്കേജിംഗ് ബോക്സ് ആണല്ലോ, അപ്പൊ ഫ്രഷ് ആയിട്ടുള്ള ഡ്രൈ ഫ്ലവേഴ്സ് ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ ഇതിലും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഈ ഒരു സ്റ്റിക്കർ ഞാൻ ഹോം മെയ്ഡ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതിന്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കാം. അപ്പോൾ ഒരു വിന്റേജ് ബോക്സ് ആണല്ലോ, അപ്പോൾ ഒരു വിന്റേജ് സ്റ്റിക്കറും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഈ ഒരു സ്റ്റിക്കറും കൂടി ഒട്ടിച്ചെടുക്കുന്നുണ്ട്.
ചെയ്തു വന്നപ്പോൾ നമ്മുടെ ബ്രൗൺ സാറ്റിൻ റിബൺ വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നതിനേക്കാളും ഈ ഒരു ടൈപ്പിൽ ചെയ്തതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പൊ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും കമന്റും ചെയ്യാം.